Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ഒരു കാര്യമാണ് SSC-GD 2024 റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള GDയുടെ ഫിസിക്കലിൻ്റെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണല്ലേ, ഫിസിക്കൽ വരുന്നതിൻ്റെ കാര്യമൊക്കെ കാത്ത് അതിനുവേണ്ടി ഓടി അവസാനം മടുത്ത് നമ്മൾ വെറുതെ ഇരിപ്പ് വരെ തുടങ്ങിയ ഒരു സമയമായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് വിത്തിൻ 1 month, ഇനി 2 ആഴ്ചയുടെ ടൈമേ ഉള്ളൂ അല്ലേ നമുക്ക് മുന്നിൽ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ആവുകയാണ്, റണ്ണിങ് സ്റ്റാർട്ട് ആവുകയാണ്. നിങ്ങൾക്കറിയാം വളരെ നിസ്സാരമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ബാക്കിയുള്ള ഇപ്പം നമ്മൾ RPF നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർമി പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതിനെയൊക്കെ വച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് SSC-GDയുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ആകെ റേസ് മാത്രം, റണ്ണിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയും ഓടിയെടുക്കണം എന്നുള്ളൊരു വാശി തന്നെ ആയിരിക്കണം നമുക്ക്. കാരണം നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് എഴുതി മേടിച്ചു അല്ലേ, മാർക്ക് മേടിച്ചു, കഷ്ടപ്പെട്ട് നമ്മൾ എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു കടമ്പയാണ് നമുക്ക് റണ്ണിങ് എങ്ങനെയെങ്കിലും പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളുടെ എഫേർട്ടിൻ്റെ 100% അല്ല 150% മുകളിൽ കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റണ്ണിങ്ങും എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഓട്ടം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വിജയിക്കണം എന്നുള്ള ആശംസയോടെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഫിസിക്കലാണ്, അപ്പോൾ ഫിസിക്കലിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു, അതിനൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 23, 2024, അതായത് ഈ മാസം 23-ന് സ്റ്റാർട്ട് ആവുകയാണ്, നമ്മുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആവുകയാണ്. എന്ന് വരെ നവംബർ 9 വരെ ടൈമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ഓൾറെഡി അനൗൺസ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ. 23-നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എവിടെയാണ് സെൻറ്റർ എന്നും പറഞ്ഞ് വരെ വന്നിട്ടുണ്ടായിരിക്കും. രാവിലെ 5 മണിക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് കിട്ടിക്കാണും അല്ലേ. എന്തായാലും പിന്നെ ഉള്ളവർക്ക്, അതായത് ഇപ്പം ഒക്ടോബറിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1-ാം തീയതി ആ ഒരു ടൈമോടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെ വെച്ചാണ് നിങ്ങളുടെ സെൻറ്റർ ഒന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡേറ്റ് നമുക്കിപ്പോൾ അറിയായിരിക്കും, എല്ലാവർക്കും പലർക്കും അറിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇനി നമുക്ക് വളരെ ചുരുക്കം ടൈമേ ഉള്ളൂ, എങ്ങനെയും ഓടിയെടുക്കണം. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഇനി ഊണിലും ഉറക്കത്തിലും. കാരണം നമ്മുടെ കൈവെള്ളയിൽ നമ്മുടെ ജോലി ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഓടി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണെന്ന് തന്നെ വിചാരിക്കും. കാരണം മെഡിക്കലൊന്നും വളരെ അത്രയും സീരിയസ് ആയിട്ട് അവർ കാണാറില്ല. ഇനി നമുക്കറിയില്ല, നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുക, റണ്ണിങ് മാത്രമേ നമ്മുടെ ഒറ്റ ഫോക്കസിൽ പോകാവൂ. പിന്നെ മെഡിക്കലിൻ്റെ കാര്യവും അതിൻ്റെ പോലെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. പല പല കാര്യങ്ങളും നമ്മൾ മുന്നേ മെഡിക്കൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണിൻ്റെ പവറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, ENT കൊണ്ട് കാണിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇത് കാരണം നമ്മുടെ ക്ലെൻലിനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമ്മുടെ പ്രൈവറ്റ് പാർട്സും അതുപോലെ തന്നെ നമ്മുടെ ബോഡി മൊത്തം നന്നായിട്ട് ക്ലെൻഡപ്പ് ആക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, പോടൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കുക മാക്സിമം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. റണ്ണിങ് ഇനി ഒന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ ലാസ്റ്റ് നിമിഷത്ത് ഒരു തെറ്റും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി. കാരണം ഇനി റണ്ണിങ് ആണെന്ന് വിചാരിച്ച് ലാസ്റ്റ് നിമിഷം ഓടി ചാടി കാലിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാക്കരുതേ എന്ന് പറയാൻ വേണ്ടി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ, ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. നമ്മുടെ ടൈം അടുത്ത് കഴിഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ധൃതി കൂട്ടരുത്. നമ്മൾ സാവധാനം ഇനിയുള്ള ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു എന്ത് ചെയ്യുക, ഒരു ചിട്ടയോടെ വലിയ സാവധാനത്തിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം 3.5 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ റിട്ടേൺ എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായവരാണ്. 3.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരും പാസ്സായവരാണ്. അപ്പോൾ അവരെല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്, PET PST എക്സാമിലേക്ക് ഇപ്പം ക്ഷണിച്ചിരിക്കുകയാണ്. ഡയറക്റ്റ് നമുക്ക് എന്താണ്, ഫിസിക്കൽ ടെസ്റ്റ് ആണ് അല്ലേ. ഫിസിക്കലും പ്ലസ് മെഡിക്കൽ പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരുമിച്ചായിരിക്കും എന്നാണ് ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോഴത്തെ വന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രകാരം നമുക്കെല്ലാം ഒരുമിച്ച് എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇനി ചെന്ന് പോകുന്നവർക്കൊക്കെ ഓരോ ദിവസങ്ങൾ കഴിയുന്നവരെ ഇനി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും എന്നാണ് എക്സാം ഡേറ്റ് എന്നൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ, ആരൊക്കെയാണ് പോകുന്നതെന്നും അവിടുത്തെ ചിട്ടയൊക്കെ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫീമെയിൽസിൽ 39,000 പേര് ഫീമെയിൽസിൽ തന്നെയുണ്ട്. 39,000 പ്ലസ് ആൾക്കാർ ഫീമെയിൽസിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. 3 ലക്ഷത്തിൽ പരം മെയിൽസും അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരല്ല, ഒരു കൺട്രി മൊത്തം ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പക്ഷേ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട. നമ്മുടെ വാക്കൻസി എത്രയുണ്ട്, നമുക്ക് ടോട്ടൽ വാക്കൻസി എടുക്കുകയാണെങ്കിൽ 46,000 പ്ലസ് വാക്കൻസീസ് നമുക്കുണ്ട്. ഇപ്പോൾ എത്രയാണ് വിളിച്ചത്, 39,000 പ്ലസ് വാക്കൻസിയാണ് വിളിച്ചത്. പക്ഷെ നമുക്ക് നേരത്തെ മുന്നേ അത്യാവശ്യം നല്ല വാക്കൻസി ലിസ്റ്റിംഗ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഫീമെയിൽ വാക്കൻസി കുറച്ച് കുറവായിരുന്നു, 5,150 വാക്കൻസിക്ക് ഫീമെയിൽ വാക്കൻസി വന്നിട്ടുള്ളൂ. അതേസമയം മെയിൽസിന് അത്യാവശ്യം എത്രയുണ്ട്, 41,000 ചിൽമാനം എന്തുണ്ട് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കുള്ള സെക്ഷനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, BSF, CISF, CRPF, SSB, ITBP, ആസാം റൈഫിൾസ്, SSF, NCV പോലെയുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വാക്കൻസീസ് അന്ന് വന്നത് എവിടത്തേക്കായിരുന്നു, CISF-ലേക്കും BSF-ലേക്കുമായിരുന്നു വാക്കൻസീസ് വന്നത്. ഇത്തവണ അതുപോലെ തന്നെയാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. CISF, BSF-നൊക്കെയാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ആഗ്രഹം നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് ഇപ്പോഴേ ആ ഒരു ലക്ഷ്യബോധം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ, ആ ഒരു ധൈര്യത്തിൽ ഓടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചോണം. നിങ്ങൾ ഇനി ഓടിയെടുക്കണം, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ഓടണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എന്താണ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അപ്പോൾ നേരെ പോകുന്നു, നിങ്ങൾക്കിപ്പോൾ പള്ളിപ്പുറത്ത് ഉണ്ടെന്നറിയാമല്ലോ, സെൻറ്റർ ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ ആലപ്പുഴ സെൻറ്റർ ഉണ്ട്, BSF-ൻ്റെ തിരുവനന്തപുരം സെൻറ്റർ ഉണ്ട്. ഇങ്ങനെ 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. എവിടെയാണെന്ന് നമുക്ക് ഇതുവരെ നിശ്ചയമല്ല, റോഡാണോ അതോ ഗ്രൗണ്ട് ആണോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഇതൊക്കെ നമുക്ക് മുന്നേ ഓടിയവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ. അവർ ആ സമയത്ത് ചിലപ്പോൾ ബോയ്സിനെ ഗ്രൗണ്ട് ഓട്ടിക്കുമ്പം ഗേൾസിനെ റോഡ് ഓട്ടിപ്പിക്കും, ചിലപ്പം ഗേൾസിനെ റോഡ് ഓട്ടിക്കുന്ന സമയത്ത് ബോയ്സിനെ ഗ്രൗണ്ട് ഓട്ടിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു ടൈമിലെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. നമുക്ക് അറിയത്തില്ല, കംപ്ലീറ്റ്ലി പറയാനും പറ്റത്തില്ല. റോഡാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അവിടെ പോകുന്ന ഏത് സെൻറ്ററിലാണോ പോകുന്നത് ആ സെൻറ്ററിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ പോലെ ഇരിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിങ്ങൾ ഓടാൻ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, അത്രേ പറയാനുള്ളൂ. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും കോൺഫിഡൻസ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഓടിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫീമെയിലിൻ്റെ ഹൈറ്റ് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി വെക്കുക, 157 സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് വരുന്നത്. മെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് 170 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പൊക്കം ഭയങ്കര എന്താണ്, ഒരു അളവുകോല് പോലും തന്നെയാണ് അല്ലേ. ആ ഒരു ബാറൊക്കെ വെച്ചിട്ടാണ് അവർ നമ്മൾ അതിൽ കൂടെ പാസ് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് ഈ 170 157 എന്നൊക്കെ മസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് ഉള്ളവരൊക്കെ സെലക്ട് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അറിയാമല്ലോ, ആ ഒരു അവർ എങ്ങനെയെങ്കിലും അവർക്ക് ഇത്രയും ആൾക്കാരെ ഒന്ന് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്താൽ മതി. അതിനവർ എന്ത് കാരണം വേണോ കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പം അതൊന്നും ഇപ്പം ചിന്തിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് നിമിഷത്തൊന്നും ഇനിയിപ്പോൾ തൂങ്ങിയാലൊന്നും നമ്മൾ പൊക്കം വെക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രയത്നം നിങ്ങൾ ചെയ്യുന്നതിനുള്ള എഫേർട്ടിന് ഇപ്പം 100% നിങ്ങൾ കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ എന്താണെന്ന് അറിയാലോ, ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ ആണ് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റിനോടുള്ള റേഷ്യോ, ഒരു 4-5 കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം എന്നുള്ള രീതിയാണ്. പലപ്പോഴും പലയിടത്തും ആൾക്കാർ ചോദിക്കാറുണ്ട് വെയിറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങളുടെ പൊക്കം എന്ന് പറയുന്നത് 160 ആണെന്ന് വിചാരിച്ചോ. 160 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര തൊട്ട് എത്ര വരെ വരാം, ഒരു 56-നും ശരിക്കും പറഞ്ഞാൽ ഒരു 64-നും ഒക്കെ ഇടയ്ക്ക് നിൽക്കാമെന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഒരു 8 കട്ടയുടെയൊക്കെ ഒരു ഡിഫറൻസിൽ നിൽക്കാം. പോട്ടെ, ഒരു 10 കട്ട ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർമൽ വെയിറ്റ് എത്ര വരാവൂടെ, നമുക്ക് ഒരു 58, 64, 62 എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കേണ്ടത്. പക്ഷെ അതിൽ നിന്ന് ഒരു 2 കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊരു 6 കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ അറിയാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ഒന്നും വലിയ സീനാക്കുന്ന കാര്യമല്ല അവർ. നമുക്കിപ്പോൾ വെയിറ്റ് ഉണ്ടായാലും നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ, ഒന്നുമില്ല. നമുക്ക് അതിനുള്ള ഫിസിക് ഉണ്ടായിരുന്നാൽ മതി. കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം തീരെ വെയിറ്റ് കുറയാൻ പാടില്ല, ഒരു 45 ആ ഒരു വെയിറ്റ് ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. എന്ന് വെച്ചാൽ അത്രയും ഓടി എടുക്കണം, അല്ലെങ്കിൽ അത്രയും ഫിസിക്കൽ ക്യാപ്പബിലിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷേ അത്യാവശ്യം ഈ ഒരു റേഞ്ചിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓടിയെടുക്കാവുന്നതേ ഉള്ളൂ.
ഇനി അടുത്ത് എക്സ്പാൻഷൻ, ചെസ്റ്റ് എക്സ്പാൻഷൻ മെയിലിൻ്റെ കണ്ടീഷനാണ്. 80 സെൻറ്റിമീറ്റർ ആണ് അൺഎക്സ്പാൻഡഡ് ചെസ്റ്റ് പറയുന്നത്. മിനിമം എക്സ്പാൻഷൻ എത്രയെങ്കിലും കൂടെ വരണം, 5 സെൻറ്റിമീറ്റർ, 80 to 85 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലായിരിക്കണം എക്സ്പാൻഷൻ അൺഎക്സ്പാൻഷൻ വരേണ്ടത്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് റേസിൻ്റെ കാര്യം മറക്കരുത്. നമ്മൾ എങ്ങനെയും ആ 1 കിലോമീറ്റർ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തിൽ തന്നെ ഓടണം. എന്ന് പറഞ്ഞ് ഇന്ന് ചെന്ന് ഓടണമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീമെയിൽസിനാണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിലാണ്. അതെന്ന് പറഞ്ഞാൽ 4 റൗണ്ട് ഓഫ് ഗ്രൗണ്ടിൽ 4 റൗണ്ട് ഓടുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു ടൈം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആവുക, അൺസ്റ്റോപ്പബിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഓടുക. കുറച്ച് ടൈം എടുത്താലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓടി കവർ ചെയ്യാൻ ശ്രമിക്കുക, നിന്ന് പോവാതെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ഫിനിഷിംഗ് ലൈന് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കലും സ്റ്റോപ്പ് ആവരുത്. 5 കിലോമീറ്റേഴ്സ് ഇൻ 24 മിനിറ്റ്സും ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. ബട്ട് സ്റ്റിൽ മെയിൽ എന്ന് പറയുന്ന കാറ്റഗറി എന്ത് ചെയ്യണം, മെയിൻ കാറ്റഗറി മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് തന്നെ ഓടണം. പക്ഷേ അതിന് മുന്നേ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു 1 വീക്ക് 2 വീക്സിൻ്റെ ടൈമിലൊന്നും നിങ്ങൾ ഇഞ്ചുറീസ് മാക്സിമം വരുത്തരുത്. അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതെന്ത് ചെയ്യുക, ആദ്യമേ ഞാൻ ഇപ്പോഴേ ഓടി അങ്ങ് സെറ്റാവാം, അങ്ങനെയല്ല. ഇനി വലിയ ഒരു പ്രയത്നം നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഡെയിലി ഓടാതെ ഇരിക്കരുത്. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സോടെ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യുക, മൂവ്മെൻറ്റ് ഫുള്ളാക്കി വച്ചിരിക്കണം കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയാൽ ഓടാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. ഇനിയുള്ള ഡേയ്സിൽ നിങ്ങൾ ഒരു 1 hour എങ്കിലും ഡെയിലി എന്ത് ചെയ്യുക, ഓടാനായിട്ട് ടൈം കണ്ടെത്താൻ തന്നെ ശ്രമിക്കുക. അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റേഴ്സ് അറിയാം. CRPFൻ്റെ പള്ളിപ്പുറമുണ്ട്, ITBPയുടെ ആലപ്പുഴ സെൻറ്ററുണ്ട്, ആലപ്പുഴയുണ്ട്, BSFൻ്റെ തിരുവനന്തപുരത്തുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, സെൻറ്റേഴ്സ് വിളിച്ചിട്ടുള്ളത്. മാക്സിമം പള്ളിപ്പുറം CRPF പള്ളിപ്പുറത്തായിരിക്കും. 5 മണിക്ക് രാവിലെ എത്തണം. 5 മണിക്ക് എത്തിയിട്ട് രാവിലെ ഒന്നും സ്റ്റാർട്ട് ആവില്ല. എന്നാലും നമ്മൾ കൃത്യസമയത്ത് എത്തുക എന്നുള്ളൊരു കാര്യം മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, കൃത്യസമയത്ത് എത്തി ലൈനപ്പൊക്കെ ചെയ്ത് എല്ലാ രീതിക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. ഒരിക്കലും ടെൻഷനൊന്നും വേണ്ട. നല്ല രീതിക്ക് ഓടണം, ഓടിയെടുക്കും എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് പോവേണ്ടത് കേട്ടോ. അപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. അവിടെ പോയി മാറ്റാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വെയറിങ്സ് ഒക്കെ കറക്റ്റായിട്ട് വെയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഷോർട്ട്സ് ആയാലും നിങ്ങളുടെ ട്രൗസേഴ്സ്, അതെല്ലാം എന്ത് ചെയ്യുക, പക്ക നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം ഇട്ടുകൊണ്ട് പോവുക. ഷൂസിൻ്റെ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇട്ട് ഓടി ശീലിച്ച ഷൂസ് തന്നെ മാക്സിമം ഇടാൻ ശ്രമിക്കുക. പുതിയതൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ പുതിയത് വാങ്ങിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാലും അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആക്കി മാറ്റിയിട്ട് വേണം നിങ്ങൾ അതൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഓടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പ്രോ റണ്ണറായി കാണും. എന്നാലും ഞാൻ പറയുകയാണ്, ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കണം. നിങ്ങളുടെ നാവൊന്നും വരണ്ടു പോകാത്ത മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഓടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്മോൾ എമൗണ്ട്സ് ഓഫ് വാട്ടർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, വാമപ്പ് എപ്പോഴും ഏതൊരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെനസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ എന്ത് ചെയ്യുക, വാമപ്പ് ചെയ്ത് റൊട്ടീൻ ഫുള്ളാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം ശ്രദ്ധിക്കുക. വാമപ്പ് എന്തിയാണ് ഹെൽപ്പ് ചെയ്യുന്ന അറിയാമല്ലോ, മസിൽസിനൊക്കെ റിലാക്സേഷനും ജോയിൻസും ഒക്കെ ഒന്ന് ഫ്രഷായി എടുക്കാൻ വേണ്ടിയാണ്. റിസ്ക് ഓഫ് ഇഞ്ചുറി, അവോയ്ഡ് ഇഞ്ചുറി തന്നെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ആ ഒരു സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഒന്നും ചെയ്യാണ്ട് കുറച്ചൊന്ന് ജോഗിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് എന്ത് ചെയ്യുക, സ്ട്രെച്ചബിൾ ആവുക. ഓക്കെ, അപ്പം വെള്ളം കുടിക്കാൻ മറക്കരുത്, വാമപ്പ് ചെയ്യാൻ മറക്കരുത്. എക്സസൈസിന് മുമ്പ് നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എനർജി റിച്ച്ഡ് ഫുഡ് തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോട്ടീൻ റിച്ച് ഫുഡ് ചെയ്യുക, എനർജി ബാൾസ് കഴിക്കാൻ നോക്കുക, അങ്ങനത്തെ എനർജി ഷേക്കൊക്കെ കുടിക്കാൻ നോക്കുക. അപ്പം അങ്ങനെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.
ആ ഫുഡിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യാക്കാൻ പറ്റുള്ളൂ. യോഗേർട്ടൊക്കെ മാക്സിമം കഴിച്ച്, പ്രോട്ടീൻ കഴിക്കുന്നവരാണെങ്കിൽ യോഗേർട്ടും കൂടെ അതിൻ്റെ ഒപ്പം കഴിച്ച് ബാലൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ. എല്ലാ രീതിക്കും നിങ്ങളുടെ ഫുഡ് ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ എന്താണ്, സ്ലീപ്പ് മാക്സിമം 7 to 9 hours നിങ്ങൾ ഉറങ്ങാൻ തന്നെ നോക്കണം. സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസിൽസിന് ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പെർഫോമൻസ് ബാധിക്കുന്നത് സ്ലീപ്പിനെയാണ്. അത് ഫോണൊന്നും കളിച്ച് വെറുതെ ടൈം കളയാണ്ട് ഇനിയുള്ള ഡേയ്സ് മാക്സിമം നിങ്ങൾ ഓടിയിട്ട് നല്ല ഫുഡ് കഴിച്ച് നല്ലപോലെ റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ എന്താണ് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഇപ്പം ഉള്ള ടൈം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഉറങ്ങിയൊക്കെ പോകണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി, അത് ഷൂസിൻ്റെ കാര്യം എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഷൂസും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും എല്ലാം എന്ത് ചെയ്യുക, പ്രോപ്പർലി ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഓടാനായിട്ട് പോകാവൂ. എന്നാൽ മാത്രമേ നിനക്ക് എന്താ ഫ്രീ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ അത്രയും ലൂസപ്പായിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫിനിഷ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിങ്ങൾ ഓടേണ്ടത് കേട്ടോ. അപ്പോൾ റണ്ണിങ് ഷൂസിൻ്റെ കാര്യം പ്രത്യേകം പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഷൂസ് നോക്കി തിരഞ്ഞെടുത്ത് വേണം ഓടാനായിട്ട് പോകാൻ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ 2024 ഫിസിക്കലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിസിക്കലിന് ഇപ്പം കയറാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അടുത്തിന് ചാൻസ് വന്നിട്ടുണ്ടല്ലേ. 2025 GD ഇതാ വിളിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി പേടിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് ഈ ചാൻസ് അല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് മുന്നിൽ ദൈവം തുറന്നു തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എങ്ങനെ പഠിക്കണം, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് GD അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം, ആരുടെ ഹെൽപ്പ് തേടണമെന്ന് തോന്നണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആരുണ്ട്, നമ്മൾ ദിശ എന്ന നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാം എത്രയോ റിസൾട്ടാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഡെമോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് ഉറപ്പാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ദിശ ആർമി ചാനൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് നമുക്ക് ചാനൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ GD പോലെയുള്ള RPF പോലെയുള്ള ഡിഫൻസ് ലെവൽ എക്സാമിനേഷൻ പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി ഒന്ന് ദിശ ആർമി ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ബൈ ഓർഡർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. മാത്സ് ആയാലും റീസണിങ് ആയാലും GK ആയാലും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ രീതിക്കും ഉള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മളുണ്ട്. കാരണം നിങ്ങളിലും എന്താണ് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ നിന്ന് സബലീകരിക്കാൻ വേണ്ടിയായിട്ട് ഞങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ പ്രയത്നങ്ങൾക്കും നിങ്ങൾ ഒരു പ്രയത്നം, നിങ്ങളൊരു വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനായിട്ട് ദിശയും നിങ്ങളൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. GD ഓടിയെടുക്കാൻ പോകുന്നവരാണെങ്കിലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ജയിച്ച് വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്